ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ് എന്നത് പരിപാടി വെച്ചാൽ ഞാൻ ഒന്ന് എറണാകുളം പോയി കേട്ടോ. എറണാകുളം പോയിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ ട്രെയിനിന് പോകാം കേട്ടോ. നമുക്ക് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ യാത്ര. ഓക്കെ, ഇരുന്ന് വിടാം കേട്ടോ. ഞാൻ വീട്ടിലുള്ള വേറൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ സംസാരിച്ചുകൊണ്ട് പോകാം ഗായ്സ്. പൊളിക്കാം ഗായ്സ്. പിന്നീടല്ല, എനിക്ക് ശരിക്കും പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയാൽ മതി. പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് വേണം ട്രെയിൻ കയറാൻ. ബൈക്ക് വെക്കണം. ബൈക്ക് എടുത്തിട്ടല്ലേ പോക്ക്. അപ്പം ബൈക്ക് വെച്ചിട്ട് ട്രെയിൻ കയറി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം മഗ്‌രിബിന് ശേഷം, സന്ധ്യാസമയത്തിന് ശേഷം പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പില്ല. അപ്പോൾ കണ്ണൂർ ഇറങ്ങണം. വരുന്ന വണ്ടി എന്താ പറയുക, എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ഞാൻ വരുമ്പോൾ കണ്ണൂർ ഇറങ്ങണം, അല്ലെങ്കിൽ പയ്യന്നൂർ പോയിട്ട് ഇറങ്ങണം. കാരണം പയങ്ങാടി സ്റ്റോപ്പില്ല. അപ്പോൾ കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു ടൈം വരെ ബസ്സുള്ളൂ, പിന്നെ ബസ് ഉണ്ടാവില്ല. അപ്പോൾ ലേറ്റ് ആണെങ്കിൽ പണി കിട്ടും. അപ്പോൾ പിന്നെ പയങ്ങാടി എത്തൽ റിസ്ക്കാണ്. പയങ്ങാടി എത്തിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി എടുക്കാനും പോകണം. സമയം ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടി നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ സേഫാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വന്നിട്ട് എന്താ പറയുക, അവിടെ നിന്ന് വണ്ടി എടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക്, നമ്മളെ ബൈക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാം. സംഭവം മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറുന്നത് കേട്ടോ. രാവിലെ പോയിട്ട് വൈകിട്ടെല്ലാം വരുന്നതാണെങ്കിൽ നമുക്ക് പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കയറിയാൽ മതി. ഇപ്പോൾ എറണാകുളം പോയി കഴിഞ്ഞാൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ കഴിയില്ലല്ലോ. കുറച്ച് ദൂരെല്ലാം പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വണ്ടി വെക്കുക, നേരെ ട്രെയിൻ കയറി പോവുക. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോഴും എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ. കാരണം മിന്നാന്ന് ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ രാത്രി ഇതേപോലെ എന്താ പറയുക, പണി കിട്ടേണ്ടതാണ്. പക്ഷേ ലാസ്റ്റ് ബസ് എനിക്ക് കിട്ടി. അങ്ങനെ പയങ്ങാടിലേക്ക് ബസ്സിന് വന്നു. കാര്യം ഞാൻ പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ബൈക്ക് വെച്ചിട്ടാണ് പയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് പോയത് നേരെ കോഴിക്കോടേക്ക്. അത് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ണൂർ ഇറങ്ങി പുതിയ സ്റ്റാൻഡിലേക്ക് നടന്ന് അവിടുന്ന് ബസ് കിട്ടി. പുതിയ സ്റ്റാൻഡിൽ നടന്ന് ബസ് കിട്ടിയിട്ട് കയറി വന്നിയാൽ അപ്പോഴത്തേക്ക് ലാസ്റ്റ് ബസ്സാണെന്നുള്ളത്. അല്ലെ പിന്നെ പെട്ടുപോകും. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ബൈക്ക് കണ്ണൂർ വെക്കാം കേട്ടോ. അപ്പം കണ്ണൂരേക്ക് നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. പിന്നെയുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ എന്നോട് വണ്ടീനെ, നമ്മളെ ബൈക്കിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബൈക്കിന് മൈലേജ് ഉണ്ടോ, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, അതുപോലെ വണ്ടിക്ക് എന്തെങ്കിലും പണി വരുന്നുണ്ടോ, ഇത് പണി വന്നിനാന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, വണ്ടീൻ്റെ മൈലേജ്, ഞാൻ മൈലേജ് സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മോശമില്ലാത്ത മൈലേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോവാം. ഞാൻ കണ്ണൂരേക്ക് കേട്ടോ. ഇപ്പോൾ സമയം 3 ആയിട്ടുള്ളൂ കേട്ടോ. ഗായ്സ്, ഇപ്പോൾ 6:30 മണിയുണ്ട് അത്ര കേട്ടോ. 6:30, 6:30 മണി. വേഗം പോകുന്നത് വെച്ചാൽ വയ്യ തിരക്കിട്ട് വേണ്ടല്ലോ. നമുക്ക് 12:30 മണീൻ്റെ ട്രെയിൻ പോവാം. രാത്രി കണ്ണൂരിൽ നിന്ന് 12:30 മണിക്ക് ട്രെയിൻ ഉണ്ട്, അതിന് പോവാം. പക്ഷേ ഇപ്പോൾ അതുവരെ പോസ്റ്റ് ആയിരിക്കും. നമുക്ക് മെല്ലെ പോവാം. ഓക്കെ, പോകുമ്പോൾ ഒരു ചായ എല്ലാം കുടിച്ച് മെല്ലെ വിടാം, അതാണല്ലേ. അല്ലെങ്കിൽ പിന്നെ തിരക്കിട്ട് വാങ്ങിയിട്ട് വെറുതെ എന്തിനാണല്ലേ. ഓക്കെ, പിന്നെ ഞാൻ ഈ രാത്രി 12:30 മണീൻ്റെ ട്രെയിനെതിരെ പോകുന്നറിയാം. നമുക്ക് കറക്റ്റ് എറണാകുളം ഒരു രാവിലെ 7 മണിക്ക് എത്തും. അപ്പോൾ ട്രെയിനിൽ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ആകുമ്പം അവിടെ എത്തും. നല്ല ടൈമല്ലേ, 7 മണി രാവിലെ അവിടെ എത്തുന്ന ടൈം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ രാത്രി ട്രെയിൻ കയറുന്നത് കേട്ടോ ഇപ്പം. ഓക്കെ, പറ്റുമെങ്കിൽ നാളെ തന്നെ തിരിക്കണം. പിന്നെ എൻ്റെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബർഗ്മാൻ, നമ്മുടെ ബർഗൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി വണ്ടി കേട്ടോ. നൈസാണ്, എനിക്ക് മോശം തോന്നിയില്ല. നല്ല അത്യാവശ്യം മൈലേജും ഉണ്ട്, നല്ല സുഖമുണ്ട്. ഓട്ടെ ഇതാ ഇങ്ങനെ പോവാ, കണ്ടാ പൊളിയാണ്. ചായ പിടിക്കണം, ചായ പിടിക്കാൻ നിർത്തി. ഷെബീർ ഒരായി പറഞ്ഞേ, ഇതെല്ലാം വരുവേ. ഇവൻ വിചാരിച്ചൊന്നും വരൂല. ചായ പിടിക്കട്ടെ, വാടാ. ചായ വേണമെങ്കിൽ ചായ കുടിച്ചിടാ, വാടാ. എല്ലാം ഒന്ന് എറണാകുളം അത് 2 കൊല്ലമൊക്കെ ശരിടാ. ചായ വേണോ? ആയില്ല. ഒന്നൂടി പറഞ്ഞടാ, ഒന്നൂടി പറ. ഗൈസ്, അല്ല അടിപൊളി കലിമക്കയ്യാ, അടിപൊളിയാട്ടോ. അയാളുടെ ഇഷ്ടമാണ്.
ഇത് ചൂടും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും എല്ലാം ചെയ്യും കൊണ്ടുവന്നാ ആക്കിയ പാടുള്ള സാധനമുണ്ട് അത് എടുക്കട്ടെ ഈ സ്റ്റുഡൻ്റ് കൊണ്ട് തന്നിട്ടുണ്ട് നോക്കട്ടെ പുട്ടും പാസ് പറഞ്ഞ കേട്ടാ എത്തിയിട്ടുണ്ട് ചൂട് ചൂടുണ്ട് കേട്ടോ നൈസാണ് നൈസ് നല്ല ചൂട് കല്ലുമക്ക ഇതാ ഇങ്ങനെ എടുത്തിട്ട് അത് വീണ് പോയി ആ ബെസ്റ്റ് പുട്ടും പാസും കഴിക്കട്ടെ കേട്ടാ ഓക്കെ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയണോ പറഞ്ഞുതരാം കുഴപ്പമില്ല നല്ല തന്നെ ഇതിടക്ക് കഴിക്കുന്നത് ഇപ്പോൾ കുറച്ചേ കഴിക്കാത്ത അല്ലെങ്കിൽ ഇടക്ക് കഴിക്കുന്ന കഴിക്കട്ടോ ഓക്കെ കഴിച്ചു 2 കല്ലുമക്കായ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ കല്ലുമക്കായി 2 കൂടെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കടലാസോ കിട്ടോ ഒരു ചായ അല്ലെങ്കിൽ ഇത് മുളകെല്ലാം കഴിക്കലായിട്ട് ആകെ ഒരുമാതിരി കടലാസ് ഉണ്ടെങ്കിൽ നല്ലതാ എടപ്പുറല്ലേ ചായ വന്നു ആ കല്ലുമക്കായ വെച്ചിട്ട് എരിയുമ്പോൾ നല്ല ചൂട് ചായ ഉണ്ടല്ലോ ഒരു സുഖമുണ്ട് മക്കളെ അങ്ങനെ കഴിച്ചിട്ടുണ്ടോ നല്ല എരിയുന്ന സമയത്ത് ചൂട് ചായ വേറെ സുഖം ഗായ്സ് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയേട്ടാ നേരെ കണ്ണൂരൊക്കെ ഓക്കെ പോന്നോ ഓക്കെ കണ്ണൂർ എത്തിയിട്ട് കാണാം ഗായ്സ് പുതിയൊരു ഇതാ ബ്ലോക്ക് നല്ല ബ്ലോക്ക് അനങ്ങുന്നില്ല എന്താ ചെയ്യുക അവസ്ഥ സെയിലോട്ട് പോട്ട് എല്ലാം നിർത്തിയിട്ടില്ലേ അല്ലോ ഞാൻ നിന്നെടുത്ത് ഇങ്ങനെ നോക്കിയ അവസ്ഥകൾ ഗൈസ് അവസ്ഥകൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബ്ലോക്ക് പറയും കേട്ടോ ഇപ്പോൾ മഗ്‌രിബ് സമയം ഉണ്ടോ ഇപ്പോൾ 7 കാലം കേട്ടോ 7 മണി 7 കാലമായി അങ്ങനെ ഒഴിവായി കിട്ടി ഗൈസ് ഞാൻ അങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള കേട്ടോ ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം റോഡ് സൈഡിലുള്ള ഇപ്പോൾ സമയം 9:50 10 മണിയായി ഞാനവിടെ നമ്മുടെ സ്റ്റേഡിയമില്ലേ ആ ഭാഗത്തെല്ലാം കുറച്ച് സമയം ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കുമായിരുന്നു സ്റ്റേഡിയത്തിനവിടെ നല്ല പാർക്ക് പോലെ സ്ഥലമുണ്ട് നല്ല അടിപൊളി വിശ്രമ കേന്ദ്രമുണ്ട് നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ ആരും അടങ്ങാറില്ല വണ്ടീൻ്റെ ഒന്നും അങ്ങനെ ഒച്ചപ്പാടില്ല അടിപൊളിയാണ് പോലീസ് മൈതാനത്തിന് തൊട്ടപ്പുറം ആ പോലീസ് ടർഫിൻ്റെ അപ്പുറം പോലീസിൻ്റെ ടർഫുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഒരു 9 മണിയായി 9 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇപ്പോൾ സമയം എന്ന് അറിയാം ഇപ്പോൾ 9:50 കേട്ടോ 9 മണിയാകുമ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇങ്ങനെ മെല്ലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറം വന്നിട്ടുണ്ട് ഇപ്പുറം വെക്കണ്ട നമുക്ക് വണ്ടി അപ്പുറ സൈഡിൽ വെക്കാം ഞാൻ എപ്പം വെക്കുന്ന സ്ഥലമുണ്ട് അപ്പുറ സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ കിഴക്കേ ഭാഗം കിഴക്ക് ഭാഗത്ത് കിഴക്കന്നല്ലേ കിഴക്ക് ഭാഗത്ത് അവിടെ വെക്കാട്ടോ വണ്ടി അവിടെ ഞാൻ പൊതുവേ വന്നാൽ വെക്കൽ അത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാട്ടോ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവാം നേരെ അപ്പുറത്തേക്ക് പോകാട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയത് ആവശ്യക്കാനില്ല പിന്നെ നോർമലി 15 ഉറുപ്പ്യല്ലേ വെള്ളത്തിന് ഇതിന് 20 രൂപ വാങ്ങിയത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എഴുതിയിട്ട് വന്നിട്ട് കണ്ട MRP 20 അപ്പോൾ 20 രൂപയായാ പൊതുവേ 15 രൂപയിൽ ഉണ്ടാവല് അധികം 15 ഉണ്ടാവല് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആകുമ്പോൾ പോവാ ഇതാ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറം എത്തിയേട്ടാ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ കിഴക്കേ കവാടം ഞാൻ പറഞ്ഞില്ല കിഴക്കേ കവാടം ഇവിടെ എവിടെയെങ്കിലും നോക്കിയിട്ട് വണ്ടി വർക്ക് ചെയ്യാം ഫുള്ള് വണ്ടി തന്നെ കണ്ടോ നാളെ അതെയാ ഗായ്സ് അങ്ങനെ വണ്ടി വർക്ക് ചെയ്ത് കേട്ടോ 25 രൂപ 24 മണിക്കൂറേക്ക് കേട്ടോ ഈ സമയം വരെ ഉണ്ട് നാളെ ഈ സമയത്ത് എടുത്താൽ മതി ഇനി നാളെ കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അധികം കൊടുക്കണം അത്രയേ ഉള്ളൂ
ഓക്കെ, ഹാൻഡ് ലോക്ക് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹാൻഡ് ലോക്ക് ആക്കിയില്ല. കാര്യം അവർക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അനക്കി വെക്കണമെങ്കിൽ ഹാൻഡ് ലോക്ക് ആക്കിയാൽ ബുദ്ധിമുട്ടല്ലേ. അതാണ് ഇതാ ബൈക്ക് പാർക്കിംഗ്, റെയിൽവേ ആൻഡ് പാർക്ക്. ഗായ്സ് പെട്ട്. ഇപ്പോൾ സമയം എന്ന് അറിയാം, ഇപ്പോൾ രാത്രി 12 മണി. ഇവിടെ കണ്ണൂർ 12:40 എത്തേണ്ട ട്രെയിന്. ഇപ്പോൾ 12 മണിയാകുമ്പോൾ മംഗലാപുരം ഉണ്ട് അത്രേ, മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഇവിടെ എത്ര മണിക്ക് എത്താൻ അറിയാം? ഇതാ 12:40 ഇവിടെ എത്തേണ്ട വണ്ടി ഇപ്പം മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ, ഇതാ മാംഗ്ലൂരു ജംഗ്ഷൻ ഉണ്ട് അത്രേ. അപ്പോൾ കണ്ണൂർ എത്തുക ഇതാ 12:37 എത്തേണ്ടത് 1:45 ഇപ്പം കാണിക്കുന്നു, 1:46 ഇപ്പം കാണിക്കുന്നു, 1:46. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഇതിനേക്കാൾ ടൈം കൂടും. 1:46 എന്നുള്ളത് 2 മണി കഴിയും. ഒരുപാട് ലേറ്റ് ആവും ഗൈസ്, ഇവിടെ എത്താൻ ഒരുപാട് ലേറ്റ് ആവും. കാരണം 12:40 എത്തേണ്ട വണ്ടി ഇപ്പം 1:46 ടൈം കാണിക്കുന്നു, ലൈറ്റാണ്. അപ്പോൾ ഓർക്കെല്ലാം കണക്കന്നെ. ഇപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷനിലുണ്ട് അത്രേ. എന്താ ചെയ്യുക? ആ കണ്ണൂർ 3ാമത്തെ പ്ലാറ്റ്ഫോം കേട്ടോ. ഇപ്പോൾ ഒരു വണ്ടി വന്നു കേട്ടോ, എന്താ 2nd ക്ലാസ് അജ്മീർ എറണാകുളം കേട്ടോ. ഇപ്പോൾ എടുത്ത് വണ്ടി കഴിഞ്ഞ് എന്താ ടോർച്ച് അടിക്കുന്നു? ആരുടെ ടോർച്ച് അടിക്കുന്നു? അത് ഗായ്സ് വണ്ടി ഇവിടെ എത്താനായിട്ടാ. ഇപ്പോൾ സമയം എന്താ അറിയാം? 2:30 മണി. ഇത് 2:26 കണ്ടില്ലേ? 2:26 വണ്ടി ഇപ്പോൾ ഇവിടെ എത്തി. 12:35 ആപ്ലിക്കേഷനിൽ കാണിച്ചത്, പക്ഷേ ലേറ്റാണ്. 2:27 2:27 കണക്കന്നെ 2:30. ഇതാ വണ്ടി എത്തി കേട്ടോ, വണ്ടി എത്തി ഗായ്സ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ്. എത്രയോ അറിയുന്ന ആൾക്കാരെന്ന് അറിയാം, 3-6 ആൾക്കാർ വന്നിട്ട് സംസാരിച്ച്. ഇതന്നെ, വേറൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ കാറ്റും കൊണ്ട് നിൽക്കുക. ഇത് കണ്ടോ, നല്ല കാറ്റുണ്ട്. ഇവിടെ വന്ന് നിൽക്കുന്നു. വണ്ടി എത്തി. ഇതാ വണ്ടി വരുന്നുണ്ട്. ഇതങ്ങനെ വണ്ടി ഇവിടെ എത്തി. ഇതാണ് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കേട്ടോ. ഇതെല്ലാം AC ആണ് കേട്ടോ. നമ്മളങ്ങ് നല്ല AC ആണ് ഗൈസ്. അങ്ങനെ വണ്ടി കയറി കേട്ടോ. തിരക്കൊന്നുമില്ല, ജനറൽ വല്ല തിരക്കൊന്നുമില്ല കേട്ടോ. കുറേ സീറ്റ് ഫ്രീ ആണ്, അങ്ങനെ ആൾക്കാരൊന്നുമില്ല. ഇരിക്കട്ടെ കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങാം. ഇവിടെ കുറച്ച് ആൾക്കാർ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇരുന്നിട്ട് ഉറങ്ങാം. ഓക്കെ, അത് സംഭവം കാണിച്ചാലോ. പേഴ്സൺ കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഇത് ദൂരത്തുനിന്ന് വരുന്നോണ്ടായിരിക്കും അല്ലേ? ലോകത്ത് നിന്ന് വരുന്നതായിരിക്കും. അതാണ് തൃശ്ശൂർ നേരം വെളുത്ത കേട്ടോ. തൃശ്ശൂർ ഗായ്സ്. അങ്ങനെ ആലുവ എത്തിയട്ടോ, ആലുവ. അങ്ങനെ ഇറങ്ങി ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് വെക്കണം കേട്ടോ. അതുവരെ ബൈ.